കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തെ നമ്മൾ കാണുന്നേ രഞ്ജുവിനെ കൺസൾട്ട് ചെയ്യാനുള്ള ആ ഡോക്ടറെ കാണാനായിട്ട് വിജയലക്ഷ്മി ഗോവിന്ദും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് വിജയലക്ഷ്മി ആ സത്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറഞ്ഞു കഴിയുമ്പോൾ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അനാർക്കലി അവർ ജയിലിൽ വെച്ച് വലിയ ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം അവൾക്ക് ബാക്കിയുള്ള ജയിലില്. പിന്നീട് അവള് അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആരെയൊക്കെ കാണണം, ആരുടെയൊക്കെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെന്ന് ചില കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വരുവാണ്. അങ്ങനെ അവർ ഒരു വലിയ പ്രതിജ്ഞയൊക്കെ എടുക്കുക. ഒരു പക്ഷേങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ശത്രു ഒന്നെങ്കിൽ വിജയലക്ഷ്മി ആയിരിക്കാം, അല്ലെങ്കിൽ രാധികാമ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും ആയിരിക്കാം. അങ്ങനെ ചില പ്രതിജ്ഞകളൊക്കെ എടുക്കുന്നുണ്ട്. ഒരാൾ മാത്രമല്ല, ഇനി പലരും ജീവിച്ചിരിക്കുന്ന പലരും തന്നെ കാണാൻ വരുമെന്നൊക്കെ തന്റെ സഹ തടവുകാരോട് അവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയം വിജയലക്ഷ്മി എന്ത് ചെയ്യണം, വളരെ ടെൻഷനോട് കൂടിയാണ് പോരുന്നത്. കാരണം വിജയലക്ഷ്മിക്കാണ് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അനാർക്കലിയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് കൊടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ തന്നെ കാണുമെന്ന് പറയും. പക്ഷെ അനാർക്കലി അത് വായിക്കുക പോലും ചെയ്തില്ലായിരുന്നു. അനാർക്കലി അത് കീറിക്കളയുക ചെയ്തത്. അത് പക്ഷെ വിജയലക്ഷ്മിക്ക് അറിയില്ലല്ലോ. അങ്ങനെ വിജയലക്ഷ്മി വരികയാണ്. അപ്പൊ വിജയലക്ഷ്മിയോട് ഗീതു തലേ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങോട്ട് വരണം എന്നൊക്കെ. അപ്പൊ വിജയലക്ഷ്മി കറക്റ്റ് സ്പോട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവിടെ വന്ന് നിന്നാ മതിയെന്ന്. അങ്ങനെ രാവിലെ തന്നെ ഗോവിന്ദനെയും കൂട്ടി ഗീതു ഇറങ്ങണം. അപ്പൊ ഗോവിന്ദ് പറഞ്ഞു, ഞാൻ തന്നെ പോയാൽ പോരെ ഗീതു, അത് പോരാ, ഞാനും കൂടെ വരണം. അല്ല രഞ്ജു എനിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, കാരണം അപ്പൊ രഞ്ജുവിന്റെ കാര്യത്തിൽ എനിക്കും അവകാശമില്ല, അപ്പൊ ഞാനും കൂടെ വേണം. ഗോവിന്ദോട് തന്നെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അങ്ങനെ ഗോവിന്ദന് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഗീതുവിനെ എതിർക്കാനായിട്ടുള്ള. അങ്ങനെ ഗീതുവിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് വഴിക്ക് വെച്ച് അജാസിനെ വിജയലക്ഷ്മിനെ കാണുന്നത്. അപ്പൊ അജാസിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു വിജയലക്ഷ്മിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കണ്ടപ്പത്തിന് ഗീതു പെട്ടെന്ന് അറിഞ്ഞു വണ്ടി നിർത്താൻ പറയാണ്. അങ്ങനെ വണ്ടി നിർത്തി. അല്ല എന്തിനാ ഇവിടെ വണ്ടി നിർത്തുന്നത്, ഒരു കാര്യമുണ്ട്, ഒരു മിനിറ്റെന്ന് പറഞ്ഞ് ഗീതു അങ്ങോട്ട് ഡോറ് തുറന്ന് ഇറങ്ങുവാണ്. അപ്പൊ അജാസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അജാസിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഗീതു നേരത്തെ വിളിച്ച് അങ്ങനെ വലിയൊരു പ്ലാൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വിജയലക്ഷ്മിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതു ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. അമ്മേ കാര്യങ്ങളൊക്കെ ഓക്കെ, അതെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇനിയിപ്പോൾ അജാസിക്കടെ വണ്ടിയിൽ അങ്ങോട്ട് പോവും, അമ്മേ ഗോവിന്ദനും കൂടെ പോയാൽ മതി എന്ന് പറയും. ഞാനോ? ഞാൻ ഗോവിന്ദനോട് തന്നെ പോരാം. ആഹാ അതെന്താ കുഴപ്പം, അമ്മയ്ക്കും മോനും പോയാൽ എന്താ കുഴപ്പമിരിക്കണേ, ഞാൻ ഈ യാത്രയെ വരുന്നില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പല സംസാരത്തിനും ഞാനൊരു തടസ്സവും. നിങ്ങൾ തമ്മിൽ മനസ്സ് സംസാരിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ പറയാം. പെട്ടെന്ന് വിജയലക്ഷ്മി അതൊന്നും ശരിയാത്തില്ല, നീയും കൂടെ വരണം, എനിക്ക് തന്നെ പറ്റില്ല എന്ന് പറയാം. ഇതെന്ത് വർത്താനം അമ്മ പറയുന്നത്, അമ്മയുടെ മോനല്ലേ അത്. ഇതായിട്ട് ഗോവിന്ദ് അവിടെ നിൽക്കുന്നിടായിരുന്നു. ഗോവിന്ദ് പെട്ടെന്ന് ചോദിച്ചു, എന്താ ഗീതു, എന്താ അവിടെ സംസാരിക്കണേന്ന് ചോദിക്കുക. അല്ല ഞാൻ അമ്മയോട് ഇച്ച കാര്യങ്ങൾ. അമ്മയോ? അല്ല ഞാൻ ഗോവിന്ദേട്ടൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയോ? അല്ല ഇപ്പം രഞ്ജുവിൻ്റെ അമ്മയാണല്ലോ ഈ നിൽക്കുന്ന അമ്മ, ഇപ്പം എൻ്റെ അമ്മയാണല്ലോ ഇത്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഗീതു അങ്ങനെ പടപടയെന്ന് സംസാരിച്ചു വിടുകയാണ്. ഗോവിന്ദ് ചോദിച്ചു, നിന്റെ എന്നെ സമനില തെറ്റോ, നീ എന്താ ഗീതു പറയണേന്ന് ചോദിക്കാം. അല്ല പിന്നെ ഞാൻ രഞ്ജുവിൻ്റെ അമ്മേനെ കുറിച്ചേ, അപ്പം രഞ്ജുവിൻ്റെ അമ്മേനെ ഞാൻ അമ്മയെന്നാണല്ലോ വിളിക്കുന്നേ. അപ്പം അമ്മയോട് രഞ്ജുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയായിരുന്നു. അമ്മയും കൂടെ വരട്ടെ, അമ്മയും കൂടെ വന്നാലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിക്കുക. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, അത് വേണ്ട, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയണ. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അതെന്താ ഗോവിന്ദേട്ടാ അങ്ങനെ പറയണേ, അമ്മ അറിയണ്ടേ, അമ്മയുടെ മോളല്ലേ രഞ്ജു, പിന്നെ അറിയണ്ടേന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോവിന്ദന് അബദ്ധം മനസ്സിലായി. ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവള് ഒരു പക്ഷേങ്കിൽ വേറെന്തെങ്കിലും ചോദ്യം എടുത്തിടും, അത് വേണ്ട, അത് പ്രശ്നമാവും. ഈ സമയം വിജയലക്ഷ്മി ആകപ്പാടെ എന്ത് ചെയ്യണം ടെൻഷനിൽ നിൽക്കുക. ഗീത പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല, ഒരു സമാധാനമായിട്ട് പോയിട്ട് തിരിച്ചു വരണമെന്ന് പറയാം. ഗോവിന്ദൻ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ട് ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് പറയാനുണ്ടെങ്കിൽ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് തിരിച്ചു വരാവുള്ളൂ. ഇതുപോലെ അവസരം ഇനി വേറെ കിട്ടാനില്ല, രാധികാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കണമെന്ന് പറയാം. ശരി സമ്മതിച്ചെന്ന് പറയണം. പിന്നീട് വാ ഗീതു പോകാന്ന് പറഞ്ഞ് ഗോവിന്ദ് വിളിക്കുകയാണ്. ഈ സമയം ഗീതു അങ്ങോട്ട് വന്നു. പിന്നീട് വിജയലക്ഷ്മിനെ അങ്ങോട്ട് വണ്ടിക്കകത്തേക്ക് അല്ലേ കയറ്റുവാണ്. ഇതെന്താ ഇവര് കയറുന്നു? അതെ അമ്മയെ കൂടെ വരുന്നേ, അമ്മ വന്നാൽ മതി, രഞ്ജുവിന്റെ അമ്മയല്ലേ, അപ്പൊ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നേ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അജാസിക്കയുടെ കൂടെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞേ. അല്ല ഗീതു നീ പൊക്കോ, ഒരു കുഴപ്പമില്ല, വാ അജാസിക്ക നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് അജാസിന്റെ വണ്ടിയിലേക്ക് ഗീതു പോയി കയറുവാണ്. ഗോവിന്ദിന് പിന്നെ എന്ത് ചെയ്യണം എന്നത് വല്ലാത്തൊരവസ്ഥയാ. ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു, അതെ വണ്ടി എടുക്കെന്ന് പറയാണ്. വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു ഗോവിന്ദന്. അങ്ങനെ അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ
അജാസ് പറഞ്ഞു ഇന്ന് എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ഈ സമയം ഗീത പറഞ്ഞു എന്തേലൊക്കെ സംഭവിക്കും ഈ പോക്കിന്. കാരണം എന്താണെന്നറിയാവോ, ഇനിയിപ്പം അറയ്ക്കൽ കുടുംബം വാഴാൻ പോകുന്ന രാധികാമ്മ ആയിരിക്കില്ല, പകരം വിജയലക്ഷ്മി ആയിരിക്കും. വിജയലക്ഷ്മി അമ്മ ആയിരിക്കും ഇനി അവിടെ വാഴാൻ പോകുന്നത്. രാധികാമ്മയുടെ കാലം കഴിഞ്ഞു, ഇനി പുതിയ സൂര്യൻ ഉദിച്ചു വരാൻ പോവാണ്. അപ്പൊ അത് നമ്മുടെ വിജയലക്ഷ്മി അമ്മ എന്ന് പറയാം. പെട്ടെന്ന് അജാസ് ചോദിച്ചു അല്ല എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്ത പോലെ ഉണ്ടല്ലോ എന്ന് പറയാം. ചില പ്ലാനുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഈ പോക്കോടുകൂടി അവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങും. ഒന്നായിട്ടായിരിക്കും വരാൻ പോകുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. രാധികമ്മ ആരാന്ന് എന്താന്നൊക്കെ ഒരു പക്ഷേ ഈ യാത്രയിൽ അമ്മയ്ക്ക് പറഞ്ഞ് ഗോവിന്ദനെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ആ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം അജാസ് പറഞ്ഞു എനിക്കത്ര പ്രതീക്ഷയൊന്നുമില്ല, അറിയാലോ ഗോവൻ സാറിന്റെ മനസ്സാണ്. രാധികാമ്മ അത്രമാത്രം വിഷം കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. അത്ര പെട്ടെന്ന് വന്നത് ആ കറയൊന്ന് കഴുകിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്തൊക്കെയോ വേറൊരു ദുരൂഹതകൾ വിജയലക്ഷ്മിയുടെ അമ്മയുടെ അരികിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം അമ്മയുടെ ചില സമയത്തെ സംസാരം അങ്ങനെയാണ്. ആ സംസാരം കേട്ട് കഴിയുമ്പോൾ എന്തൊക്കെയോ അറിയാം. പക്ഷേങ്കിൽ അമ്മ തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. അമ്മയുടെ ഇത്രയും കാലമായിട്ടുള്ള പരിചയം വെച്ച്, അമ്മേനെ കുറച്ച് നാളായിട്ട് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷേങ്കിൽ അമ്മയുടെ സ്വഭാവം വെച്ച് എനിക്കൊരു കാര്യം അറിയാം. അമ്മ അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല. അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ത്രീയാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ടാ ജാസിക്ക, നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു രഹസ്യം അമ്മ സൂക്ഷിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അത് നമ്മളോട് ആരും തുറന്നു പറയാൻ പറ്റുന്നില്ല. അമ്മ ഒരു പക്ഷേ അമ്മയുടെ ഭർത്താവിന് കൊടുത്ത വാക്കിന്റെ പേരിലായിരിക്കും അത്. എന്താണെങ്കിലും ഇന്ന് ആ സത്യങ്ങളൊക്കെ ഒരു പക്ഷെ ഗോവിന്ദൻ അറിയും. അതോടുകൂടി അവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങുമെന്ന് പറയാം. ശരി നമുക്കിനി പോയേക്കാം, നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് പറഞ്ഞിട്ട് വാ ജാസിക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പോവാണ്. ഈ സമയം കാർ ഡ്രൈവ് ചെയ്തോണ്ട് ഗോവിന്ദൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പിന്നീട് വിജയലക്ഷ്മി ചോദിച്ചു അല്ല നീ എന്താ ഗോവിന്ദൻ മിണ്ടാത്തേന്ന് ചോദിക്കാം. എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാല്ലെന്ന് പറയാം. ഇത് പറഞ്ഞിട്ടാ അത് രഞ്ജുവിന് വേണ്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ, അല്ലായിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഒന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അവൾക്ക് എന്തേലും ഒരു സംശയം തോന്നും. എൻ്റെ അമ്മയാ നിങ്ങളെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് വല്ലാത്തൊരു ഷോക്കായിരിക്കും. ഇത്രയും കാലം ഞാൻ ആ സത്യം മറച്ചു വെച്ചു. പക്ഷെ ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ ഉള്ളിലുണ്ടായിരുന്നു അവൾ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാ. അവൾ എന്നെ അതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെല്ലാം അറിഞ്ഞിട്ട് നിന്റെ മുന്നിൽ അവൻ ശരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു നിങ്ങളും എനിക്ക് കൂടുതലും സംസാരിക്കുകയല്ല. എനിക്ക് ആകെപ്പാടെയുള്ള ഇത് രഞ്ജുവിനെ കുറിച്ച് മാത്രമാ. പാവം അവളുടെ നാളുകളൊക്കെ എണ്ണപ്പെട്ടല്ലോ എന്ന് ഓർത്തുണ്ട്. അത് ഓർത്തിട്ടാ വല്ലാത്തൊരു ടെൻഷൻ എന്ന് പറയണം. പിന്നീട് പറഞ്ഞു അല്ല ഡോക്ടറെ കാണാനല്ലേ പോകുന്നേ. അപ്പം ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് രഞ്ജുവിന്റെ ഡോക്ടറെ കാണാം. അപ്പൊ ആ ഡോക്ടർ പ്രഗത്ഭനായ ഡോക്ടറാ. അപ്പൊ സ്റ്റെം സെൽസ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ കുറച്ചുകൂടെ ഒരു എക്സ്റ്റൻഷൻ കിട്ടുമെന്നാ പറയുന്നത് രഞ്ജുവിന്റെ ജീവന്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ അത് ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും വേണം. അപ്പൊ ഒരു പക്ഷേ അപ്പൊ ഗോവിന്ദിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടായി. അപ്പൊ ഗോവിന്ദ് പറഞ്ഞു അല്ല ഇനി ഞാനും രഞ്ജുവിന്റെ രഞ്ജുവിന്റെ ആംഗളയാന്നുള്ള കാര്യം ഗീതുവിന് അറിയത്തില്ല. അത് വെച്ചായിരിക്കും ഗീതു ഒരു പക്ഷേ അമ്മേനെ ഇങ്ങോട്ട് അമ്മയെന്ന് പറഞ്ഞില്ല നിങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുന്നേ. പക്ഷേങ്കിൽ ആ സത്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ അവൾ അറിയുമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് പറ്റിയ ഒരു പക്ഷേങ്കിൽ എന്റെ സെൽസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ആണെങ്കിലും എടുക്കാലോ. അങ്ങനെ ഒരു സംസാരത്തിലേക്ക് ഗോവിന്ദ് വരുവാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ വിജയലക്ഷ്മിക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. വിജയലക്ഷ്മി കുറെ സമയം ഒന്നും മിണ്ടാതിരുന്നു. പിന്നീട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടായിരിക്കണേന്ന് ചോദിക്കുക. നിങ്ങൾ ഇത്ര വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എൻ്റെ അച്ഛനെ ശരിക്കും പറ്റിക്കുകയല്ലേ ചെയ്തേ, എന്നിട്ടല്ലേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം വന്നു. വിജയലക്ഷ്മി പറഞ്ഞു നീ എന്നെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്ന എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാന്ന് പറയണം. തെറ്റോ? നിങ്ങളെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്ത് ശരിയാ വിശ്വസിക്കാനുള്ളേ? നിങ്ങൾ അത്രയും വലിയ ചതി ചെയ്തിട്ട് എന്നോടും എൻ്റെ അച്ഛനോടും ഒക്കെ ചതി ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇറങ്ങിപ്പോയത്. നിങ്ങളുടെ മകളല്ലേ രഞ്ജു എന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു അതെ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് ഉത്തരവാദി ഞാനല്ല, എൻ്റെ മകളല്ല രഞ്ജു എന്ന് പറയണം. ഇത് കേട്ടത് ഒരു നിമിഷം ഗോവിന്ദ് സ്റ്റാക്കപ്പ്. നിങ്ങൾ എന്താ പറയണേന്ന് ചോദിക്കും. സത്യം പറയണേ, എൻ്റെ മകളല്ല രഞ്ജു എന്ന് പറയണം. ഒരു നിമിഷം തകർന്നടിഞ്ഞുപോയി. കാരണം ഗോവിന്ദിന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു തരിപ്പണായിപ്പോയി. ഇത്രയും സമയം ഗോവിന്ദ് ഇത്രയും നാളുകളായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യം വിജയലക്ഷ്മിയുടെ മോളാണ്. വിജയലക്ഷ്മിക്ക് അങ്ങനെ അഭിഹിതത്തിലുണ്ടായ ഒരു മോളാണ് രഞ്ജു എന്നുള്ള കാര്യമായിരുന്നു ഓർത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഗോവിന്ദ് ആ സത്യം പറയണേ. അച്ഛൻ മാധവൻ നായരാണ്, അമ്മ വിജയലക്ഷ്മി അല്ല, അവളുടെ അമ്മ അനാർക്കലിയാന്നുള്ള സത്യം. അപ്പൊ അതൊക്കെ അറിഞ്ഞ് സമനില തെറ്റുമാണ് ഗോവിന്ദന്റെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെയാണ് പോയി കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. അപ്പൊ നാളെ ഫുൾ വിശേഷം കാണിക്കുമെന്ന് അറിയില്ല. ആക്സിഡന്റ് ഉണ്ടാകുന്ന കാണിക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കാണിക്കുമായിരിക്കും,
അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.